നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മാവ് കലിയുഗത്തിലെ ജീവജാലങ്ങൾക്ക് അജേയമായ വിജയങ്ങൾ നൽകുവാനായിട്ട് മാസത്തിൽ ഒരു തവണ തൻ്റെ മയിൽപീലിയിൽ ഒളിപ്പിച്ചു വെച്ച നക്ഷത്രം വാനിൽ തെളിയിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ചയും പാപമോചിനി ഏകാദശിയുമായ ദിവസം അഭിജിത്ത് നക്ഷത്രം വരുന്ന സമയം. ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് കേട്ടതുപോലെ തന്നെ നൽകുന്ന ഒരു പ്രത്യേക സമയമാണ് അഭിജിത്ത് നക്ഷത്രം. 27 നക്ഷത്രങ്ങളാണ് സാധാരണ ഉള്ളത്. എന്നാൽ ഉത്രാടത്തിന്റെ അവസാന പാദവും തിരുവോണത്തിന്റെ ആദ്യ പാദവും കൂടി ചേർന്ന പ്രത്യേക സമയമാണ് ഈ അഭിജിത്ത് നക്ഷത്രമായി കണക്കാക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്തുതന്നെ കാര്യം തുടങ്ങിയാലും അത് വൻ വിജയത്തിലേക്കാണ് അത് പോകുന്നത്. ചൊവ്വാഴ്ച ദിവസം കൂടി ആണ് ഈ അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്ത് നമ്മൾ പ്രാർത്ഥിച്ചു ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് കടം തീരാൻ ആണ് എങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം ചൊവ്വാകാരകനായ മുരുകഭഗവാന്റെ ദിവസം കൂടിയായതിനാൽ കടങ്ങൾ വീട്ടുവാനായിട്ട് ഈ 24 നിമിഷ നേരം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈ അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നതോ ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഈ അഭിജിത്ത് നക്ഷത്ര സമയം വന്നിരിക്കുന്നത്. രാവിലെ 4:15 മുതൽ 4:39 വരെയുള്ള സമയത്ത് 24 മിനിറ്റ് നേരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. രാവിലെ തല കുളിക്കാൻ പറ്റുന്നവർ ഒരു 2 നെയ്ദീപം കത്തിച്ചു വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഒരു തട്ടത്തിൽ 2 മൺവിളക്കെടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത അഭിജിത്ത് നക്ഷത്രം വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടിയിരിക്കും. ഈ സമയത്ത് എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഭഗവാന്റെ ഈ ഒറ്റ വരി നാമം ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു ഒറ്റ നാമം മാത്രം ചൊല്ലുക. ക്ലീം 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 എന്ന് ഒരു 11 വട്ടം അലാറം സെറ്റ് ചെയ്ത് ആ 24 നിമിഷം നേരം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ ഏതൊരാഗ്രഹമാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ നടത്തി തരുന്നതാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ അഭിജിത്ത് നക്ഷത്ര സമയം, അതായത് ഈ 24 മിനിറ്റ് സമയം നിങ്ങൾ ഉപയോഗിച്ചു നോക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്